നമുക്കിന്ന് കൊഞ്ചാണ് കേട്ടോ കിട്ടിയത്. അതും പൊടി കൊഞ്ചാണ്, അത്ര വലുപ്പമുള്ള കൊഞ്ചല്ല. അപ്പം നമ്മൾ സാധാരണ ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഇറുത്ത് കളഞ്ഞ് പിന്നെന്താണ് തല, ഇത് കുഞ്ഞു കൊഞ്ചായതിൻ്റെ തല നമുക്ക് എടുക്കണ്ട, വലുതാണെങ്കിൽ നമുക്ക് എടുക്കണ്ട. എന്നിട്ട് ശേഷം എന്ത് വേണ്ടതെന്ന് അറിയാമോ, ഇത് ജസ്റ്റ് ഒന്ന് തണ്ടേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഞരമ്പ് കൂടി എടുത്ത് കളയണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ്ലി കണ്ടോ ഈ ഒരു ചെറിയ ഈ ഒരു വെയിൻ കൂടി എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ്ലി ക്ലീൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ കൊഞ്ചിൻ്റെ ആണെങ്കിൽ നമുക്ക് തല ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് നമ്മൾ കളഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പിച്ചി ഇങ്ങനെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഞാൻ കളഞ്ഞ് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് ജസ്റ്റ് ഇതിൻ്റെ ആ സെൻറ്റർ എന്താണ് ഒരു സ്പൈനൽ പോർഷൻ ഉണ്ടല്ലോ, അതേ കൂടെ ഇങ്ങനെ എടുത്തതാണ്. ഒരു നൂല് പോലെ ഇരിക്കുന്നുണ്ടോ, ഇതങ്ങ് എടുത്ത് കളയണം. ഇതിരിക്കുമ്പോഴാണ് ഈ കൊഞ്ച് കഴിക്കുമ്പോൾ അലർജി ഉള്ളവർക്ക് കൂടുതൽ ട്രിഗർ ആകുന്ന ഈ ഒരു വെയിൻ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുത്തു കളഞ്ഞാൽ കുഞ്ഞ് ഇത്തിനിയേ ഉള്ളൂ കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഈ കുഞ്ഞു കൊഞ്ചിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എന്താണ് ഈ ഉണക്കിയെടുക്കത്തില്ലേ, കൊഞ്ചിപ്പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉണക്കിയെടുക്കുന്ന ഈ ചെറിയ കൊഞ്ചാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊഞ്ച് തന്നെ അറിയാമല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവറിനൊരു പ്രത്യേകത തന്നെ ഉണ്ട്. അപ്പം നമുക്കിതാ ഇത്രയും കൊഞ്ചുണ്ട്, ഈ ഒരു പാത്രം കൊഞ്ചുണ്ട്, 100 രൂപയുടെ കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുത്ത് കറി വെക്കുന്നത് കൂടി കാണിച്ചു തരാമേ.